ഹായ്. പോസ്റ്റ് ഫിക്സ് പ്രിഫിക്സ് ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് വെച്ചുള്ള കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. കാരണം ഈ പോസ്റ്റ് ഫിക്സ് ഓപ്പറേഷനും പ്രിഫിക്സ് ഓപ്പറേഷനും രണ്ട് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. നോക്കാം. ഇൻഡ് ഐ ഈസ് ഈക്വൽ ടു 11 എന്ന് വെച്ചാൽ ഐയുടെ വാല്യൂ ഇപ്പോൾ 11 ആണ്. അത് ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നത് 11 എന്നുള്ള വാല്യൂ കൊണ്ടിട്ടാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സിക്യൂഷൻ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് 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 ഐ. ഈ ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്ററും കൂടെ ആഡ് ചെയ്യുന്ന വാല്യൂ എടുത്ത് ഐയിൽ കൊടുക്കണം എന്നാണ് ഇത് മീൻ ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ ഓപ്പറേഷൻ വിൽ ബി വെരി വെരി ഡിഫറെൻറ്റ്. നമുക്ക് നോക്കാം. എന്നിട്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സിക്യൂഷൻ വെച്ചാൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് ഐ. ഇത് നമ്മൾ ഐ ഇവിടെ പ്രിൻ്റ് ചെയ്യണം. എങ്ങനെയാണ് ഐ ഇവിടെ വാല്യുവേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. കാരണം നമുക്കറിയാം ഇപ്പോൾ പ്രിഫിക്സ് ഇതൊരു പോസ്റ്റ് ഫിക്സ് ഇൻക്രിമെൻ്റ് ഓപ്പറേറ്ററാണ്. പോസ്റ്റ് ഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? വേരിയബിളിൻ്റെ റൈറ്റ് സൈഡിലാണ് പ്ലസ് പ്ലസ് വരുന്നതെങ്കിൽ പോസ്റ്റ് ഫിക്സും വേരിയബിളിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് പ്ലസ് പ്ലസ് വരുന്നതെങ്കിൽ പ്രിഫിക്സും ആണ്. അപ്പോൾ ഇവിടെ എന്ത് പറ്റും? ഇവിടെ എന്ന് വെച്ചാൽ ആദ്യം ഐയുടെ വാല്യൂ എന്താണോ അത് പ്രിൻ്റ് ചെയ്യും, എന്നിട്ട് ആഡ് ചെയ്ത് വയ്ക്കും. ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ഐയുടെ വാല്യൂ എന്താണോ അത് ആദ്യം ആഡ് ചെയ്യും, അതിനുശേഷം പ്രിൻ്റ് ചെയ്യും. ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ആദ്യം വാല്യൂ അസൈൻ, ദെൻ ഇൻക്രിമെൻറ്റ്. ഇതിലാണെങ്കിൽ ആദ്യം ഇൻക്രിമെൻറ്റ് ദെൻ വാല്യൂ അസൈൻ. അപ്പോൾ ഇതിന് പുതിയ വാല്യൂ ആയിരിക്കും അസൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇനീഷ്യലി ഐയുടെ വാല്യൂ 11 ആണ്. നമ്മൾ ആദ്യമേ കണ്ടു. ഇറ്റ് ഈസ് 11 ഇയർ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സിക്യൂഷൻ 11, ഐ ഈസ് ഈക്വൽ ടു 11 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സിക്യൂഷൻ എന്താ? ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് 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 പ്ലസ്. ഞാൻ ബ്രാക്കറ്റൊക്കെ കൊടുത്ത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ എഴുതി. ഇതിൻ്റെ മീനിങ് എന്താ? ഞാൻ കുറച്ചും കൂടെ ഒന്ന് വിപുലീകരിച്ച് എഴുതിയിരിക്കുവാണ്. ഐ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഐ ഈസ് യൂസ്ഡ് ബിഫോർ ഇൻക്രിമെൻറ്റ്. ഇൻക്രിമെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ ഐ ഉപയോഗിക്കും. പ്ലസ് ഈ പ്ലസ് ഇട്ടു. ഐ ഈസ് യൂസ്ഡ് ആഫ്റ്റർ ഇൻക്രിമെൻറ്റ്. ഇൻക്രിമെൻറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഐ ഉപയോഗിക്കും. അതാണ് ഞാനതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ വർക്ക് ചെയ്യും? ഇവിടെ ഐയുടെ വാല്യൂ ഇപ്പോൾ 11 ആണ്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ബിഫോർ ഇൻക്രിമെൻറ്റ്. 11 അതുപോലെ എഴുതി. 11ൻ്റെ വാല്യൂ ആഡപ്പ് ആയി. അടുത്ത ഇൻക്രിമെൻറ്റ് ഓപ്പറേഷൻ പോസ്റ്റ് ഫിക്സ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ആദ്യം 11 പ്രിൻ്റ് ചെയ്തു. ആ 11ൻ്റെ കൂടെ അതുകൂടെ ആഡ് ചെയ്തപ്പം ഇപ്പോൾ 11ൻ്റെ വാല്യൂ എന്തായി? 12 ആയി. ഓക്കെ, 11ൻ്റെ വാല്യൂ ഇപ്പോൾ 12 ആയിട്ടിരിക്കട്ടെ. അത് കഴിഞ്ഞ് പ്ലസ് 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 ഐ. ഇപ്പം ഇവിടെ എന്തായി? നമ്മൾ എഴുതി വരുമ്പോൾ പ്ലസ് പ്ലസ് 11 എന്നാവും. പക്ഷേ അത് വർക്ക് ചെയ്യുന്ന കാണിച്ചു തരാം. ആദ്യം 11 അതുപോലെ എഴുതി. പ്ലസ് പ്ലസ് ആയി. 11ൻ്റെ വാല്യൂ പ്ലസ്. അപ്പം അത് മെമ്മറിയിൽ എന്ത് ചെയ്തു? ഒരെണ്ണം ആഡ് ചെയ്ത് മെമ്മറിയിൽ 12 എന്ന് സ്റ്റോർ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ഓപ്പറേഷൻ വരുന്നത് പ്ലസ് പ്ലസ് ഐ. അപ്പോൾ വീണ്ടും ഇത് ഏത് ഐയാണ് പോയി എടുക്കുന്നത്? ഒരിക്കലും ആദ്യത്തെ ഐ എടുക്കില്ല. ഇപ്പം മെമ്മറിയിൽ ഏത് ഐ ആണോ സ്റ്റോർ ആയിരിക്കുന്നത് ആ ഐ എടുക്കുള്ളൂ. ഇപ്പം ഈ ഐ പ്ലസ് പ്ലസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഐയുടെ വാല്യൂ 12 ആയി മാറി. സോ ഇപ്പോഴത്തെ ഐയുടെ വാല്യൂ 12 ആയതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുമെന്നറിയാമോ? ആ 12 എടുത്തിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യും. ഫസ്റ്റ് ഐ ഈസ് യൂസ്ഡ് ആഫ്റ്റർ ഇൻക്രിമെൻറ്റ്. അപ്പോൾ ഐയുടെ വാല്യൂ ഇരിക്കട്ടെ. ഇപ്പോൾ ഐയുടെ വാല്യൂ എത്രയാണ്? ആദ്യം ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടത് ഇവിടെ പ്ലസ് പ്ലസ്. സോ ഇപ്പോഴത്തെ ഐയുടെ വാല്യൂ 12 ആണ്. 12 + 1 11, 13 ചെയ്തതിന് ശേഷം 13 പ്രിൻ്റ് ചെയ്യാൻ പറയും. പിന്നെ ഐ പ്രിൻ്റ് ചെയ്യാൻ പറയും. ഇപ്പോൾ ഐ 11 ആയിരുന്നു. അത് ഈ ഓപ്പറേഷൻ കഴിഞ്ഞപ്പം പോസ്റ്റ് ഫിക്സിൽ പോയി ആഡപ്പ് ആയി സ്റ്റോർ ആയത് 12 എന്നാണ്. സോ ഐയുടെ വാല്യൂ ഇപ്പം മെമ്മറിയിൽ 12 ആണ്. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴുണ്ടോ ഒരു പ്ലസ് പ്ലസ് ആയി പോസ്റ്റ് ഫിക്സ് പ്രിഫിക്സ് എക്സ്പ്രഷൻ വന്നിരിക്കുന്നു. അപ്പോൾ അവിടുത്തെ ഉദ്ദേശം എന്ന് വെച്ചാൽ ആദ്യം എന്താണോ ഐയുടെ വാല്യൂ ഇൻ ദ മെമ്മറിയിൽ എന്താണ് ഐ സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്ന് നമുക്കറിയാം. നേരത്തെ ചെയ്തപ്പോൾ നമുക്കത് 12 എന്നാണ് കിട്ടിയത്. സോ ആ 12 വെച്ചൊരു ഇൻക്രിമെൻറ്റ് നടത്തി 13 ആയിട്ട് ഐയുടെ വാല്യൂ പ്രിൻ്റ് ചെയ്തു. 13 ആയി കഴിഞ്ഞിട്ട് ഐയുടെ വാല്യൂ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞാൽ 13 അല്ലേ പ്രിൻ്റ് ചെയ്യുള്ളൂ. സോ ഐ എസ് കൂടും. ഇപ്പോൾ ഐയുടെ വാല്യൂ എത്ര? 13. നമുക്ക് ആഡ് ചെയ്യാം. 11 + 13 = 24. ഇപ്പോൾ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഐയുടെ വാല്യൂ 24 ആണ്. ഓക്കെ, ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഇനി അടുത്തൊരു എക്സ്പ്രഷൻ, ഒരു ഗസ്റ്റ് ഔട്ട്പുട്ട് കൊടുത്തിരിക്കുക. അതാണ് വലിയൊരു എക്സ്പ്രഷൻ. A + B ഉണ്ട്, A++ ഉണ്ട്, B++ ഉണ്ട്, +++ A++B. അതെല്ലാം സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് വെച്ചിട്ട് പ്രിൻ്റ് ചെയ്യാനാണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. A + B + A++ + B+. ഞാനത് ബ്രാക്കറ്റിലിട്ടു. നമ്മുടെ ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് പ്രിഫിക്സും പോസ്റ്റ് ഫിക്സും ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാനത് ബ്രാക്കറ്റിലിട്ട് വെച്ചിരിക്കും.
എന്നിട്ട് എന്ത് ചെയ്തു, എയുടെ വാല്യൂ അതിവിടെ എ അല്ലേ, എ അതുപോലെ പ്രിൻറ്റ് ചെയ്തു 11, ബി 22 ആണ്, 22 അതുപോലെ ചെയ്തു. ഇതിൻ്റെ മീനിങ് എഴുതിയിരിക്കുന്നത് എ ഈസ് യൂസ്ഡ് ബിഫോർ ഇറ്റ് ഇസ് ഇൻക്രിമെൻറ്റഡ്, ബി ഈസ് യൂസ്ഡ് ബിഫോർ ഇറ്റ് ഇസ് ഇൻക്രിമെൻറ്റഡ്, എ ഈസ് യൂസ്ഡ് ആഫ്റ്റർ ഇറ്റ് ഇസ് ഇൻക്രിമെൻറ്റഡ്, ബി ഈസ് യൂസ്ഡ് ആഫ്റ്റർ ഇറ്റ് ഇസ് ഇൻക്രിമെൻറ്റഡ്. ഇതാണ് ഇതിൻ്റെ അർത്ഥം. പക്ഷെ ഇതെല്ലാം മാറും ഈ ഓപ്പറേഷനിലോട്ട് വരുമ്പം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എ ഈസ് യൂസ് ബിഫോർ ഇൻക്രിമെൻ്റ് ആണ്. അപ്പോൾ എ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ എന്ത് തന്നെയാണ്, 11 ആണ്. സോ നമ്മളത് ആദ്യം ഫസ്റ്റ് A++ ആണ് കണ്ടത്. സോ നമ്മൾ A++ൽ ഇപ്പം എയുടെ വാല്യൂ 11 ആണ്, ശരിയാണ്. ബിഫോർ ഇൻക്രിമെൻറ്റ് A 11. അത് കഴിയുമ്പോൾ എ എന്ത് ചെയ്യുന്നറിയാമോ, ഒരു വാല്യൂ ആഡ് A+1 ചെയ്തിട്ട് എയുടെ വാല്യൂ ഇപ്പോൾ 12 സെറ്റായിട്ടിരിക്കുക. അപ്പോൾ ഇനി നമ്മൾ ആ എയുടെ വാല്യൂ 11 അങ്ങ് മറന്നേക്കണം. ഇപ്പോൾ ഇനി എയുടെ വാല്യൂ 12 ആണ്. ഇനി അടുത്ത് A++ അതവിടെ ഇരിക്കട്ടെ, കഴിഞ്ഞു. എയുടെ വാല്യൂ 12 അവർ മിണ്ടാതിരിക്കുക. അടുത്ത നമുക്ക് വന്നത് ബി ആണ്. ബിയുടെ ഇപ്പോഴത്തെ വാല്യൂ 22 ആണ്, ശരിയാണ് പറഞ്ഞിട്ടുണ്ട്. ബി ഈസ് യൂസ്ഡ് ബിഫോർ ഇറ്റ് ഈസ് ഇൻക്രിമെൻറ്റഡ്. ബിയുടെ വാല്യൂ 22 ആണ്. 22നെ ഒരു ഇൻക്രിമെൻറ്റ് ചെയ്തപ്പം 22 + 1 23 ആയി. ഇവിടെ നമ്മൾ എഴുതുമ്പോൾ അടുത്ത് എഴുതുന്ന സമയത്ത് എന്ത് എഴുതും, നമുക്ക് അടുത്ത് 11 + 22 + 11 + 22 ഇത്രയും നമ്മൾ എഴുതി. A+B + A++ ഇപ്പോൾ എന്താ 11 തന്നെയാണ്, B++ ഇപ്പോൾ എന്താ 22 തന്നെയാണ്, 22 തന്നെയാണ്. പക്ഷേ ഈ ഓപ്പറേഷന് ശേഷം എയുടെ വാല്യൂ എന്തായി, 1 ഇൻക്രിമെൻ്റായി 12 ആയി. ബിയുടെ വാല്യൂ എന്തായി, 1 ഇൻക്രിമെൻ്റായി 23 ആയി. അപ്പോൾ ഓർത്തോണം, ഇനി എയോ ബിയോ ഉപയോഗിക്കാൻ വന്നാൽ നമ്മൾ ഈ 12ഉം 23ഉം വേണം ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ എഴുതിയിരിക്കുന്നത് A + B + A++ + B++. ഇനിയാണ് അടുത്തത്. നോക്കൂ, അടുത്ത ചോദിച്ചിരിക്കുന്നത് ++A ആണ്. ഇതിൻ്റെ അർത്ഥം എന്താ, ആദ്യം ഇൻക്രിമെൻറ്റ് ചെയ്ത് എന്താണോ എയുടെ വാല്യൂ അത് ഇൻക്രിമെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രം A പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പം എന്താണോ വാല്യൂ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഈ വാല്യൂ എടുക്കരുത്, ഇതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ കറണ്ട് വാല്യൂ സ്റ്റോർഡ് ഇൻ ദ മെമ്മറി ആസ് 12 + 1 is 13. കറണ്ട് A 13 ആണ്. സോ അത് വിൽ ബി പ്രിൻറ്റഡ് ഹിയർ. മനസ്സിലായോ? അതിനടുത്തത് പിന്നെ ++B ആണ്. അതായത് ബിയുടെ വാല്യൂ എന്താണോ അതിപ്പോഴത്തതിനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് മെമ്മറിയിൽ വെച്ചതിന് ശേഷം അത് പ്രിൻറ്റ് ചെയ്യും. സോ അവിടെ ഇൻക്രിമെൻറ്റ് ചെയ്യാൻ പോവാണ് 23, 23 ആയിരുന്നു, 23 + 1 24 ആണ്, അതാണ് പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത്. സോ പഴയ രണ്ട് വാല്യൂസും മറന്നേക്ക്, 11ഉം അല്ല 22ഉം അല്ല, 12ഉം അല്ല 23ഉം അല്ല. കാരണം അവിടെ ഒരു പ്രിഫിക്സ് ഓപ്പറേഷൻ വന്നത് കാരണം 12 അഗെയിൻ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് ആ വാല്യൂ ദ കറണ്ട് വാല്യൂ വിൽ ബി 13 and 23 അഗെയിൻ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് 24, ദാറ്റ് വിൽ ബി 24. സോ ഫൈനലി എങ്ങനെ വരും, 11 + 22 A+B + A++. എന്തായിരുന്നു, എന്താണോ A അതുപോലെ പ്രിൻറ്റ് ചെയ്തു, എന്താണോ B അതുപോലെ പ്രിൻറ്റ് ചെയ്തു, അത് കറക്റ്റാണ്. അത് കഴിഞ്ഞ് ഇവർ ഇൻക്രിമെൻറ്റ് ചെയ്ത് വെച്ചു, ഇറ്റ് ഇസ് 12 and this is 23. അപ്പോൾ ഇപ്പോൾ എയുടെ വാല്യൂ 12ഉം ബിയുടെ വാല്യൂ 23 ആയി കഴിഞ്ഞിട്ടാണ് ഒരു ഓപ്പറേഷൻ വരുന്നത് ++A എന്ന്. അപ്പോൾ നമ്മൾ വേഗം എഴുതും 11 + A 12 അല്ലേ എന്ന് പറഞ്ഞത് എഴുതരുത്, കാരണം ++A ആണ്. ഇപ്പോൾ എന്താണോ കറണ്ട് വാല്യൂ അതിനെ ഒന്നും കൂടി ആഡ് ചെയ്തിട്ട് എഴുതിയിട്ട് വേണം ആൻസറിലോട്ട് എത്താൻ. ഇപ്പോൾ എന്താണോ 22ൻ്റെ ഇപ്പോൾ 22 + 1 23 എന്ന് എഴുതരുത്. 22 + 1 23 ആദ്യമേ ചെയ്ത് ആ വാല്യൂ സ്റ്റോർഡായിട്ട് ഇരിക്കുവാണ്. ആ വാല്യൂവിന് ഒരു പ്രാവശ്യം കൂടി ഇൻക്രിമെൻറ്റ് ചെയ്തതിന് ശേഷം 24 ഉണ്ടോ. ഈ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഇവിടെ 23 ആയി. പക്ഷേ ഈ ഓപ്പറേഷനിലോട്ട് വന്നപ്പം അവിടെ ആദ്യം ഇൻക്രിമെൻറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുമോ. സോ വാട്ട് എവർ ഇറ്റ് ഇസ് 23 ഒന്നും കൂടെ ഇൻക്രിമെൻറ്റ് ചെയ്ത് 24 ആയതിനു ശേഷം മാത്രം ഇറ്റ് ഇസ് പ്രിൻറ്റഡ് ഹിയർ. സോ എല്ലാം കൂടെ ആഡ് ചെയ്ത് നല്ല ആൻസർ. വാട്ട് ഇസ് ദ കറണ്ട് വാല്യൂ ഓഫ് A? ഇറ്റ് ഇസ് 13. വാട്ട് ഇസ് ദ കറണ്ട് വാല്യൂ ഓഫ് B? ഇറ്റ് ഇസ് 24. ആൻഡ് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് C? ഇറ്റ് ഇസ് 103. സോ സിസ്റ്റം ഡോട്ട് ഔട്ട്പുട്ട് പ്രിൻ്റലൻ A is 13, സിസ്റ്റം ഡോട്ട് ഔട്ട്പുട്ട് പ്രിൻ്റലൻ B is 24, and സിസ്റ്റം ഡോട്ട് ഔട്ട്പുട്ട് പ്രിൻ്റലൻ C is 103. That's all.